പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള PNC മാക്കിലെ ഈ വർഷത്തെ BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി PNCMAK.in എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലൂടെ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 9-ാം തീയതി മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15-ാം തീയതി വരെയാണ്. PNC മാക്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ അസോസിയേഷനാണ്. ഇതുവഴി പ്രൈവറ്റ് കോളേജസിന് മാത്രമേ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ ഗവൺമെൻറ് കോളേജസിന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഓപ്ഷൻ കൊടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ LBS വഴിയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത്. LBSലും BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസും ഗവൺമെൻറ് കോളേജസും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. PNC മാക്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി PNCMAK.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകുക. എന്നിട്ട് ടോപ്പിലായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. രജിസ്ട്രേഷൻ ഫോർ BSc നഴ്സിംഗ് 2026-27. അപ്പോൾ ഇതിലാണ് നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ പേര് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യണം. ദെൻ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ജില്ല ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. ദെൻ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ പിൻ കോഡ് അവിടെ കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലോട്ടായിരിക്കും SMS വരുന്നത്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ജെൻഡർ നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇനി അടുത്ത സെക്ഷനിൽ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യൂസർ നെയിമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ കൺഫേം പാസ്വേഡ് എന്നാണ്. നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്ത ആ പാസ്വേഡ് വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഇമെയിൽ ID ആയിട്ട് കൊടുക്കുന്ന യൂസർ നെയിമും പിന്നെ പാസ്വേഡും ആവശ്യമാണ്. സോ അത് പ്രത്യേകിച്ച് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നേറ്റിവിറ്റിയാണ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിലീജിയൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും കാസ്റ്റും കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോഡ് കാണാനായിട്ട് സാധിക്കും. ആ കോഡ് ആ ബോക്സിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും താഴെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ +2 സബ്ജക്ട്സ് മാർക്കും ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് 1200 രൂപയാണ്. എല്ലാവർക്കും 1200 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടത്. നിങ്ങൾ യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് എഡിറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോളേജസ് കാണാനായിട്ട് സാധിക്കും. 1, 2, 3 എന്നിങ്ങനെ 10 കോളേജ് ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 കോളേജസ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് PNC മാക്കിൻ്റെ പ്രോസ്പെക്ടസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിലെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ PNC മാക്കിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് നിങ്ങൾ +2 ലെവലിലെ എക്സാം പാസ്സായിരിക്കണം. CBSE ആയിക്കോട്ടെ കേരള സിലബസിലായിക്കോട്ടെ. അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ഓരോന്നിനും 50% മാർക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പ്രത്യേകമായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഇയറിൽ അതായത് +2ലാണ്. കേരളത്തിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നും എക്സാം ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഡിസംബർ 31, 2026 17 വയസ്സ് കംപ്ലീറ്റ് ആവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ്റെ സമയത്ത് SSLC അല്ലെങ്കിൽ CBSE സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ ഹാജരാക്കേണ്ടതാണ്. എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ www.pncmak.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് BSc നഴ്സിംഗിൻ്റെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിൻ്റെത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 1200 രൂപയാണ്. എല്ലാ കാൻഡിഡേറ്റ്സിനുമാണ്. ഓൺലൈനായിട്ടാണ് ഇത് പേ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഉടനെ തന്നെ help@pncmak.in മെയിൽ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് ഒരിക്കൽ പേ ചെയ്തത് റീഫണ്ട് ചെയ്യത്തില്ല ഒരു കാരണവശാലും. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് 3 സ്റ്റേജിലൂടെയാണ്. ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. മൂന്നാമത്തത് 10 കോളേജ് ഓപ്ഷൻസ് കൊടുക്കുന്നു. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടെ നിങ്ങൾ എടുത്ത് വയ്ക്കണം. കാരണം കോളേജ് ജോയിനിങ് ടൈമിൽ ഡോക്യുമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ചോദിക്കുന്നതാണ്.
നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ക്രീനിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. JPEG ഫോർമാറ്റിലുള്ള 30 KB സൈസിനുള്ളിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. JPEG ഫോർമാറ്റിലും 20 KB സൈസിനുള്ളിലുള്ളതുമായിരിക്കണം. ഇത്രയാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തത് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ആവുന്നത്. 2 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. ആദ്യത്തേതൊന്ന് ട്രയൽ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തേത് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റും. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പിന്നെ ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് PNC മാക്കിൽ BSc നഴ്സിംഗിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. PNC മാക്കിലെ 50% മാനേജ്മെൻറ്റ് സീറ്റ്സിൽ 35% മാനേജ്മെൻറ്റ് സീറ്റും ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മെറിറ്റ് ബേസിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ബാക്കിയുള്ള 15% സീറ്റ് NRI സീറ്റായിരിക്കും. പിന്നെ CBSE ICSE സ്റ്റുഡൻസിന് 5% വെയിറ്റേജ് ലഭിക്കുന്നതായിരിക്കും. NRI കാൻഡിഡേറ്റ്സിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്പോൺസറിൻ്റെ പാസ്പോർട്ട് അറ്റസ്റ്റ് ചെയ്തതിൻ്റെ കോപ്പി, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടിൻ്റെ ആ ഒരു പേജിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി. അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. പിന്നെ റിലേഷൻഷിപ്പ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. അത് വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ തഹസിൽദാറാണ് തരുന്നത്. അതും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ 2 റാങ്ക് ലിസ്റ്റാണ് ഇതിൽ ഉള്ളത്. ഒന്ന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തത് ഫൈനൽ റാങ്ക് ലിസ്റ്റും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയൽ പോലെ അല്ലെങ്കിൽ ഒരു ഡെമോ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റാങ്കാണ്. ഫൈനൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് മാറാം, അല്ലെങ്കിൽ മാറ്റമൊന്നും സംഭവിക്കത്തില്ല, ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ റാങ്ക് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ പെർമനൻ്റ് ആയിട്ടുള്ള റാങ്ക്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യത്തില്ല, റാങ്കൊന്നും പിന്നെ മാറൂല. എങ്ങനെയാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ വെച്ച കോളേജ് ഓപ്ഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒരു ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് യഥാർത്ഥ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ആവുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ സീറ്റ് വേക്കൻസി ഉള്ളതുവരെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. 10 കോളേജ് ഓപ്ഷൻസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പോകാൻ താല്പര്യമുള്ള കോളേജിന് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടവും താല്പര്യമുള്ള കോളേജിന് സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടമുള്ള തേർഡ്. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസും ഇഷ്ടമൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജസ് ആദ്യം കൊടുത്ത് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഓപ്ഷൻ രജിസ്ട്രേഷൻ സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ചെയ്യാൻ. എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. നന്നായിട്ട് ആലോചിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോളേജസ് ആദ്യം ഓപ്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. PNC മാക്കിൻ്റെ പ്രോസ്പെക്ടസിൽ ഏതൊക്കെ കോളേജസാണ് ഉള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കും. ആ കോളേജസിൽ എത്ര സീറ്റ്സ് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഫീസിൻ്റെ കാര്യമൊക്കെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രോസ്പെക്ടസൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻസൊക്കെ രജിസ്റ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഇൻഡെക്സ്, പിന്നെ നിങ്ങളുടെ റാങ്ക്, പിന്നെ ആ കോളേജിലെ സീറ്റ് വേക്കൻസി എന്ന ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ആ വർഷം രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്സിനെയും ബേസ് ചെയ്ത് ഇരിക്കും. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ കണ്ടെത്തിയാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കറക്ഷൻ ടൈം തരുന്നതായിരിക്കും. ആ ടൈമിൽ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് പറ്റും. ഈ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ടൈം തീരുന്നത് വരെ നമുക്ക് എത്ര വേണമെങ്കിലും തവണ നമ്മുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും പിന്നെ കോളേജസ് ഓപ്ഷൻസൊക്കെ മാറ്റിയൊക്കെ കൊടുക്കാനും പറ്റും. ആപ്ലിക്കേഷനിൽ കയറാനായിട്ട് മുകളിൽ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കയറി വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് പറയുന്നതായിരിക്കും. അലോട്ട്മെൻറ്റിൻ്റെ കാര്യം ആ സമയമാകുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ പതുക്കെ എന്ത് ചെയ്താൽ മതി, ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തെറ്റൊന്നും വരുത്താതെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പതുക്കെ ചെയ്താൽ മതി. പിന്നെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് എന്ത് ചെയ്യുക, ആദ്യം കൊടുത്ത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ റാൻഡമായിട്ട് ചുമ്മാ കൊടുക്കരുത്. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.